ഇതാ തൃണമൂൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. വൻപൻ പ്രചരണമാണ് ബംഗാളിൽ നടക്കുന്നത്. അതിൻ്റെ അലയൊലികൾ ഇങ്ങകലെ കേരളത്തിലും വളരെ വ്യാപകമാണ്. BJP എന്ന യാഗാശ്വത്തെ തടുക്കാൻ ഇനി ബംഗാളിൽ ആർക്കും കഴിയില്ല. ഒരുതരം വാഴ്ത്തുപാട്ടാണ്, ഒരുതരം ജിങ്കോയിസമാണ്. സത്യാവസ്ഥ പരിശോധിക്കാം. തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടു, സത്യം. 80 സീറ്റുമായി നാണം കെട്ടു, സത്യം. പക്ഷേ 40% ബംഗാളികൾ വോട്ട് ചെയ്തത് തൃണമൂൽ കോൺഗ്രസിനാണ്. അത് മുൻപ് ഇടതുപക്ഷത്തിന് 2011 സംഭവിച്ച പരാജയത്തിന് സമാനം അല്ല. ഇതാണ് പോയിന്റ്. എന്താണ്? 8 നിലയിലാണ് CPM പൊട്ടിയത്. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ 2016 അതിനേക്കാൾ മോശമായി 2021 സംപൂജ്യരായി മാറി. ഇപ്പോൾ ഇതാ 26 ഒരു സീറ്റോ മറ്റോ ലഭിച്ചുകൊണ്ട് ഇടതുപക്ഷം സാന്നിധ്യം അറിയിച്ചു. പക്ഷേ BJP കേരളത്തിൽ O രാജഗോപാലിലൂടെ അന്നൊരു സാന്നിധ്യം അറിയിച്ചല്ലോ. അതിന് സമാനമായ രീതിയിൽ സാന്നിധ്യം അറിയിക്കേണ്ട ഒരു അവസ്ഥയായോ പശ്ചിമ ബംഗാളിലെ CPMന്? ആയി എന്ന് തന്നെയാണ് ഉത്തരം. കോൺഗ്രസും അതുപോലെയാണ്. ഏറെക്കാലം ഭരിച്ച പാർട്ടിയല്ലേ. സ്വാതന്ത്ര്യാനന്തരം 77 വരെ അഭംഗുരം കോൺഗ്രസ് ഭരണമാണ്. 77 സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ പരാജയത്തിന് ശേഷം പിന്നീട് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ബംഗാളിൽ ഉണ്ടായിട്ടില്ല. നൂറ്റാണ്ടിലധികമായി കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താണ് ബംഗാളിൽ. ഇതാണ് അവസ്ഥ. ഇനി ബംഗാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷം അത് പരിശോധിക്കുകയും ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു നാൾവഴികൾ ഒന്ന് പരിശോധിക്കുകയും ആ ഡയറക്ഷൻ ഒന്ന് ഡീസൈഫർ ചെയ്തെടുക്കാൻ നോക്കുകയുമാണ്. തൃണമൂൽ അവസാനിച്ചോ? ഒരു പ്രതിപക്ഷം അവിടെയുണ്ടോ? BJP യുഗം എങ്ങനെ മുന്നോട്ട് പോകും? ഇന്ത്യ മുന്നണി രാഷ്ട്രീയത്തിന് എന്താണ് സംഭവിക്കുക? ബംഗാൾ ഉൾപ്പെടെ മമതയുമായിട്ട് അത്ര ചർച്ചയിലല്ലായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ. റീഗ്രൂപ്പിംഗ് സാധ്യമാകുമോ? BJP വിരുദ്ധ ഒരു രാഷ്ട്രീയം അവിടെ രൂപപ്പെടുമോ? ഇടതുപക്ഷവും കോൺഗ്രസും തൃണമൂലും ചേർന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെടുമോ? അവിടുത്തെ സാമുദായിക ഘടന എന്താണ്? അതെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. നോക്കൂ, ചരിത്രം ആവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. ഗുണ്ടാകൾ എവിടെയോ അവിടെയാണ് അധികാരം. തിരിച്ചും പറയാം, അധികാരം എവിടെയോ അവിടെയാണ് ഗുണ്ടാകൾ. അധികാരം മാറി മറ്റൊരു പാർട്ടി വരുമ്പോൾ ബംഗാളിൻ്റെ രീതി അനുസരിച്ച് ഒറ്റയടിക്ക് ഗുണ്ടായും ദാദാഗിരിയും ഒക്കെ മറുപക്ഷത്തേക്ക് അങ്ങ് മാറും. അത് നമ്മൾ 77 കണ്ടു. കോൺഗ്രസിനോടൊപ്പം നിന്ന ലംപൻ എലിമെൻറ്റ്സ് അടിയന്തരാവസ്ഥക്കാലത്ത് അവരുടെയൊക്കെ തേർവാഴ്ചയായിരുന്നല്ലോ. നക്സൽബാരി പ്രക്ഷോഭം 70കളുടെ നക്സൽബാരി, അത് CPM അല്ല, അത് കമ്മ്യൂണിസ്റ്റുകളുടെ ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റുകളാണ്. അവർ ദേശവിരുദ്ധ ശക്തികളും കൂടിയാണ്. അവർ സായുധ വിപ്ലവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവർ കുലാക്കുകൾക്കെതിരെ ആയിരിക്കും ഒരുപക്ഷെ പോരാട്ടം നടത്തിയത്. പക്ഷേ അത് ദേശവിരുദ്ധമായി ആണ് അന്ന് വിവക്ഷിക്കപ്പെട്ടത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിവക്ഷിക്കപ്പെടുന്നത്. റാഡിക്കൽ ലെഫ്റ്റ് വിങ്, അതിന് ഒരിക്കലും നിയമപരമായ പരിരക്ഷ ഉണ്ടാവില്ലല്ലോ. അപ്പം നക്സൽബാരി മൂവ്മെൻറ്റിനെ ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തി. അതിൽ ഗുണ്ടാകളും ചേർന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഗുണ്ടാ വിളയാട്ടം ഉണ്ടായിരുന്ന 70കൾ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് ആ സമയം വരെ. അതിനുശേഷം CPM ഇതം പ്രഥമമായി അധികാരത്തിൽ വരുന്നു. 77 ജ്യോതിബാസു സർക്കാർ വരുന്നു. അത് കഴിഞ്ഞ് നടന്നത് നരനായാട്ടല്ലേ. കോൺഗ്രസ്സുകാരുടെ വീടും കത്തിക്കുക, കോൺഗ്രസ് ഓഫീസിൽ നേരെ ചെങ്കുടിയെ കൊണ്ട് നാട്ടിവെക്കുക, അതാണ് ചെയ്തത്. വീണ്ടും വീണ്ടും വന്ന സർക്കാരുകൾ കോൺഗ്രസിൻ്റെ അസ്ഥിവാരം തോണ്ടിക്കളഞ്ഞു. അപ്പോഴും കോൺഗ്രസ് ചില മേഖലകളിൽ സാന്നിധ്യമായി നിന്നു എന്നതും വിസ്മരിക്കുന്നില്ല. 34 വർഷത്തെ CPMൻ്റെയും LDFൻ്റെയും ഭരണം തൂത്തെറിഞ്ഞുകൊണ്ട് തൃണമൂൽ വന്നപ്പോൾ ചരിത്രം ഒന്നുകൂടി ആവർത്തിച്ചു. CPMൻ്റെ ഓഫീസുകൾ നൊടിയിടയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ത്രിവർണ പതാക പുതച്ചങ്ങ് നിൽക്കുകയാണ്. കൊടിയുടെ നിറം കൊണ്ട് മാറി. CPM കൊടി പറിച്ച് ദൂരെ കളഞ്ഞ് തൃണമൂൽ കൊടി നാട്ടുകയാണ്. വീടുകൾക്ക് മുകളിലും കൊടി നാട്ടുകാൻ. അതാണ് നിന്ന നിൽപ്പിൽ മാറി. അപ്പോൾ ഗുണ്ടാകൾ, CPM ഗുണ്ടാകൾ നേരെ തൃണമൂൽ ഗുണ്ടകളായിട്ട് മാറി. അല്ലെ, ഗുണ്ടകളുടെ സഹായം തേടിയെന്നല്ല. ലോക്കൽ കമ്മിറ്റി, CPMൻ്റെ ലോക്കൽ കമ്മിറ്റി ആയിരുന്നല്ലോ കാര്യങ്ങളൊക്കെ ലോക്കലി തീരുമാനിക്കുന്നത്. ഇതേ ആളുകൾ ഭരണം മാറിയപ്പോൾ നേരെ അങ്ങോട്ട് തൃണമൂലാകുകയാണ്. കേരളത്തിലൊന്നും ഒരിക്കലും
ചിന്തിക്കാൻ പോലും ഏതാനും നേതാക്കളൊക്കെ ചാടിപ്പോവും, അപ്പുറത്ത് പോവും ഇപ്പുറത്ത് പോവും, കാലുമാറ്റമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബംഗാളിൽ അങ്ങനെയല്ല, ഇരുന്ന കുടിശേഖരം അങ്ങ് മാറുകയാണ്. ഇത് 15 വർഷത്തെ 1.5 പതിറ്റാണ്ടത്തെ തൃണമൂൽ ഭരണത്തിന് ശേഷം ഇതാ BJP-യിലേക്ക്, തൃണമൂലിൻ്റെ ഗുണ്ടാകൾ BJP-യിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവരെന്താ ഇപ്പോൾ കലാപരിപാടി? തൃണമൂലിൻ്റെ MP-മാർ 29 പേരുണ്ട് കേട്ടോ. ലോക്സഭയിലെ അതിശക്തമായ സാന്നിധ്യമാണ്. 29 പേരുള്ള പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സാന്നിധ്യമല്ലേ ലോക്സഭയിൽ. അതിൽ 2 പേർ, അഭിഷേക് ബാനർജി, മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ കൊല്ല ചെയ്തില്ലേ BJP പ്രവർത്തകർ. BJP പ്രവർത്തകർ എന്ന് പറയുന്നത് ശരിയാണോ, അതോ ഗ്രാമീണരായ ആളുകൾ? ഒരു കൊല്ലപ്പെട്ട ഒരു തൃണമൂൽ പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് വന്നതാണ്, ഒരു ചെറിയ ഇടവഴിയിലൂടെ വന്നതാണ്. ഇഷ്ടിക ഉപയോഗിച്ച് മുഖത്തടിക്കുകയാണ്, തലയിലടിക്കുകയാണ്. പിന്നെ ക്രിക്കറ്റ് കളിക്കാർ ധരിക്കുന്ന ഹെൽമറ്റ് വെച്ചുകൊണ്ട് ഒരു രീതിയിൽ ജീവൻ സംരക്ഷിച്ച് തൃണമൂൽ പ്രവർത്തകർ പുറത്തോട്ട് കൊണ്ടുപോവുകയും ആശുപത്രിയിലാക്കിയ സമയത്ത് ആശുപത്രിയിൽ ചികിത്സ പോലും അഭിഷേക് ബാനർജി, കഴിഞ്ഞ ആഴ്ച വരെ മുടിചൂടാമന്നനായി വിലസിയിരുന്ന, ഭാവി മുഖ്യമന്ത്രിയായിട്ട് പോലും വാഴ്ത്തപ്പെട്ടിരുന്ന മമതാ ബാനർജിയുടെ പ്രിയപ്പെട്ട അനന്തരവൻ, അദ്ദേഹത്തിന് ചികിത്സ പോലും നിഷേധിക്കുന്നു. മമത വീണ്ടും കൊടുക്കാറ്റായി, പ്രായമായി, താഴെ വീണു, തോറ്റു. എങ്കിലും ഗർജിക്കുന്ന സിംഹിണിയായി വീണ്ടും ആശുപത്രിയിലെത്തി സൂപ്രണ്ടിൻ്റെ കുത്തിരി പിടിച്ച് പറഞ്ഞു, മര്യാദയ്ക്ക് ചികിത്സ കൊടുക്ക്, വിവരമറിയും. ഇതൊരു തൃണമൂലിൻ്റെ ഗുണ്ടായിസം വാക്ധോരണിയിലൂടെയെങ്കിലും ഇപ്പോഴും മമതാ ബാനർജിക്ക് നേതൃത്വം നൽകാനാവുന്നുണ്ട്. അതും വിസ്മരിക്കുന്നില്ല. ഇവിടെയാണ് മാറി വരുന്ന രാഷ്ട്രീയം. അപ്പം നിരന്തരം അഭിഷേക് ബാനർജി മാത്രമല്ല ആക്രമിക്കപ്പെട്ട മറ്റൊരു കല്യാൺ ബാനർജി, അത് വലിയ നേതാവാണ്, അദ്ദേഹവും തെരുവിൽ ആക്രമിക്കപ്പെട്ടു. 2 MP-മാർ ആക്രമിക്കപ്പെട്ടു. നിരന്തരം അവരുടെ MLA-മാർക്ക് നേരെ ഭീഷണി ഉയരുന്നു. എന്തിന്? മമതാ ബാനർജി വിളിച്ചു കൂട്ടിയ സമ്മേളനം. ഇതിലൊക്കെ പ്രതിഷേധിക്കാൻ വേണ്ടി, ഗവൺമെൻറ്റിനെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി 80 പേരുണ്ടല്ലോ തൃണമൂൽ MLA-മാർ. തീരെയും വലിഞ്ഞിട്ടില്ല കേട്ടോ. 293 അംഗ നിയമസഭയിൽ 80 പേരുടെ സാന്നിധ്യം 10, 30, 40 ആയി പോയിരുന്നെങ്കിൽ തീരെ നാണം കിടമായിരുന്നു. 40% വോട്ട് ഷെയറും 80% സീറ്റുകളും എന്ന് പറയുന്നത് തീരെ മോശമല്ല. അപ്പോൾ അവരെ വിളിച്ചുകൂട്ടാൻ നോക്കിയപ്പോൾ 20 പേരാണ് മമതാ ബാനർജിയുടെ വസതിയിൽ ഈ യോഗത്തിനെത്തിയത്. ബാക്കി 60 പേരെവിടെ? ഞെട്ടിപ്പിക്കുന്ന കണക്കല്ലേ. അവരൊക്കെ പലരും പറയുന്നത് തങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ BJP-ക്കാർ നടത്തിയ, അല്ലെങ്കിൽ ഗുണ്ടാകൾ നടത്തിയ ആക്രമണത്തിന് ചോദിക്കാൻ വേണ്ടി തങ്ങൾ മണ്ഡലങ്ങളിൽ പര്യടനത്തിലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. 2 3 പേരാണ് പറഞ്ഞതെങ്കിൽ മനസ്സിലാക്കാം. 60 പേർക്ക് ആ വിവരം പറയാൻ പറ്റുമോ? കുറച്ച് പേരൊക്കെ പറഞ്ഞു. അത് വിശ്വസിച്ച മട്ടേ ഇല്ല. മമതാ ബാനർജി ഈസ് ഷെൽ ഷോക്ഡ്. അതിനർത്ഥം എന്താ? ഭരണം മാറിയപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് മമതയ്ക്കും തൃണമൂലിനും ഒലിച്ചുപോയി എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട്. അതാണിപ്പോൾ പരിശോധിക്കുന്നത്. ശരിയാണോ അത്? ഇനി ബംഗാളിലെ ഒരു കമ്മ്യൂണിറ്റി ബാലൻസ് കൂടെ നോക്കാം. 30% മുസ്ലിംസാണ്. എവർ ഗ്രോയിങ് മുസ്ലിം പോപ്പുലേഷൻ ഇൻ വെസ്റ്റ് ബംഗാൾ. അവരിൽ ഒരാൾ പോലും BJP-ക്ക് അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യില്ല. ഇവരൊക്കെ ഒന്നുകിൽ മുൻകാലത്ത് കോൺഗ്രസ് വോട്ടർമാരായിരുന്നു, പിന്നീട് ഇടതുപക്ഷ വോട്ടർമാരായി. ഇവർക്കൊന്നും BJP പരാജയപ്പെടുത്താനാവില്ല എന്ന് വന്നപ്പോൾ തൃണമൂൽ ബാൻഡ് വാഗണിൽ എത്തിച്ചേർന്ന മുസ്ലിം വോട്ട് ബാങ്ക് SIR-ലൂടെ വൻ നമ്പറാണ് പോയതെന്ന് ഓർക്കണം. 90 ലക്ഷത്തിൽ പരം പേരുടെ 1 കോടിയോളം പേരെയാണ് SIR-ലൂടെ വെട്ടിനിരത്തിയത്. അവരെല്ലാം മുസ്ലിങ്ങളൊന്നും ആയിരുന്നില്ല. ജനസംഖ്യാനുപാതികമായി എത്ര ശതമാനം ഹിന്ദുക്കളുണ്ടായിരുന്നോ അത്രയും ഹിന്ദുക്കൾ വിട്ടിപ്പോയി. മുസ്ലിങ്ങളുടെ ശതമാനക്കണക്കിലും അത് കറക്റ്റാണ്. പക്ഷെ മുസ്ലിം മേഖലകളിൽ ഏറെക്കൂടെ മണ്ഡലങ്ങളുടെ ഒരു അതിർവരമ്പ് കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ബംഗാളിലെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവൂ. അതപ്പം ഡിലിമിറ്റേഷൻ അനുസരിച്ച് ബംഗാളിൽ നടന്ന പ്രക്രിയ അനുസരിച്ച് ചില മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രമായി തൃണമൂൽ സീറ്റുകൾ ഒതുങ്ങുകയാണ്. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസ് ലഭിച്ച 1-2 സീറ്റുകൾ അവിടേക്ക് ഒതുങ്ങുകയാണ്. അല്ലാത്ത ഇടത്തെല്ലാം തന്നെ BJP സമഗ്രമായ ആധിപത്യം പുലർത്തി. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ചിലതിൽ പോലും അസദുദ്ദീൻ ഒവൈസിയുടെയും അല്ലെങ്കിൽ മറ്റു ചില മുസ്ലിം സ്ഥാനാർത്ഥികളുടെ ഒരു സാന്നിധ്യം കാരണം മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. അങ്ങനെ തൃണമൂൽ പരാജയപ്പെട്ടു. ഇനി യഥാർത്ഥത്തിൽ തൃണമൂലിനെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായി അടിച്ചമർത്തിക്കൊണ്ട് BJP ഒരു പതിറ്റാണ്ടിൻ്റെ എന്നല്ല, ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ വാഴ്ചയുടെ തുടക്കമാണോ? അങ്ങനെയാണ് BJP ഒരു പക്ഷേ
മധ്യപ്രദേശിനേക്കാളും രാജസ്ഥാനേക്കാളും ഉത്തർപ്രദേശിനേക്കാളും ഒക്കെ തന്ത്രപരമായ പ്രാധാന്യം കൽപ്പിക്കുന്ന ഇടം, സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഇടം ബംഗാളാണ്. തമിഴ്നാടും അതുപോലെയാണ്. ഇപ്പോൾ നിലവിൽ BJPക്ക് ബലികറ മലയാണ് തമിഴ്നാട് അംഗീകരിക്കുന്നു. ബംഗാൾ അങ്ങനെയല്ല, ആയിരിക്കും എന്നാണ് മുൻപ് വിചാരിച്ചത്. കാരണം ഇന്ത്യയുടെ ദേശീയത ബഹുല ദേശീയതയല്ലേ. മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് ആൻഡ് പുരോഗമനവാദികൾ, ഈ റാഡിക്കൽ ലെഫ്റ്റ് ചിന്താഗതിക്കാർ എല്ലാം ചേർന്ന, അല്ലെങ്കിൽ സെമി ലെഫ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ളവർ ചേർന്നതാണ്. അപ്പം ബംഗാളിൻ്റെ ഒരു ബഹുലത, ബംഗാളിൻ്റെ ഒരു മൾട്ടി കൾച്ചറലിസം, ഇതെല്ലാം തന്നെ ദേശീയ പോരാട്ടത്തിൽ പങ്കാളികളായി. അതുമാത്രമല്ല ഇന്ത്യൻ ദേശീയത, സാമ്രാജ്യത്വ വിരുദ്ധത, ഇതെല്ലാം തന്നെ ബംഗാളിൻ്റെ കൂടെ സംഭാവനയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനവും ബംഗാൾ ആയിരുന്നു, ഓർക്കണം, അവിഭക്ത ബംഗാൾ. അപ്പം ബംഗാളിൻ്റെ വിഭജനം 1905 ബംഗാളിൻ്റെ വിഭജനം ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. പിന്നീട് ഇന്ത്യ രൂപീകരിച്ചപ്പോൾ, ഇന്ത്യ പാകിസ്ഥാൻ രൂപീകരിച്ചപ്പോൾ ഈസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശായി മാറി. അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അഭയാർത്ഥി പ്രവാഹം ബംഗാളിൻ്റെ ഡെമോഗ്രാഫിക് ബാലൻസ് ആകമാനം അട്ടിമറിച്ചു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ബംഗാളിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയം. കാലാനുകൃതമായി കൂടുതൽ പേര് ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ബംഗാൾ പിടിച്ചെങ്കിലേ ഈ കുത്തൊഴുക്ക്, മുസ്ലിം പോപ്പുലേഷൻ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ഫിസിക്കലി തടയണമെങ്കിൽ വേലി വേണം, വേലി വേണ്ടി വരും. മുൻകാലങ്ങളിൽ വേലി വിളവ് തിന്നു എന്നാണ് BJP പറയുന്നത്. കോൺഗ്രസും CPM-ഉം തൃണമൂലും അത് വളമാക്കി, മുസ്ലിം വോട്ട് വളമാക്കി, വോട്ട് ബാങ്കാക്കി. ഇനി അത് നടപ്പില്ല. അങ്ങനെയെങ്കിൽ തങ്ങളുടെ ഗവൺമെൻറ് വേണം, ഡബിൾ എൻജിൻ വേണം. 2 നാളുകളിൽ സിലിഗുരി കോറിഡോറിൻ്റെ വീതിയൊക്കെ ഒന്ന് കൂട്ടണമെങ്കിൽ പണ്ട് ഇന്ദിരാഗാന്ധി കാട്ടിയ അബദ്ധം, നെഹ്റു കാട്ടിയ അബദ്ധം മോദിജി കാട്ടില്ല എന്നാണ് BJP വമ്പ് പറയുന്നത്. വീതി കൂട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ബംഗ്ലാദേശിൽ നിന്നും ഭൂമി എടുക്കുക എന്നല്ലാതെ വീതി കൂട്ടിയെടുക്കാൻ അതൊന്നും ഇപ്പോൾ പരസ്യമായിട്ട് ആരും പറയാറില്ല. പക്ഷേ വേണ്ടി വന്നാൽ സായുധ നീക്കത്തിന് നോർത്ത് ഈസ്റ്റ് ഷുഡ് നോട്ട് ബി ചോക്ഡ്. അപ്പോൾ ചിക്കൻ നെക്ക്, ഇന്ത്യയുടെ ബംഗാളിൻ്റെ ഭാഗത്തൂടെ, വടക്കൻ ബംഗാളിലൂടെ പോകുന്ന, സിക്കിമിൻ്റെ താഴെ കൂടെ പോകുന്ന, ആസാമിലേക്ക് എത്തുന്ന ഈ നോർത്ത് ഈസ്റ്റിലേക്കുള്ള കോറിഡോർ, അത് ആര് നിയന്ത്രിക്കുന്നോ അവരാവും യഥാർത്ഥത്തിൽ തന്ത്രപരമായ മേൽക്കോയ്മ. ചൈന ഒരു ഫാക്ടറാണ്, ബംഗ്ലാദേശ് ഒരു ഫാക്ടറാണ്. അവിടെ പശ്ചിമ ബംഗാളിൽ ആരാണ് ഭരണത്തിൽ, ആസാമിൽ ആരാണ് ഭരണത്തിൽ എന്നത് വളരെ നിർണായകമാണ്. BJP ക്ലെയിം ചെയ്യുന്നത് എന്താ? തങ്ങളാണ് യഥാർത്ഥ ദേശീയ കക്ഷി, ദേശീയ സുരക്ഷ ഉറപ്പുവരുത്താൻ തങ്ങൾക്കേ കഴിയൂ. മറ്റു പാർട്ടികളൊക്കെ, ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും ദേശദ്രോഹികളാണ് എന്നാണ് BJPയുടെ ഭാഷ്യം. അപ്പം അവിടെ ബംഗാൾ വളരെ പ്രധാനമാകുന്നു. അവിടെയാണ് ഒരിക്കൽ അധികാരം കിട്ടിയ ബംഗാളിൽ ഒരു കാലത്തും പ്രതിപക്ഷം റീഗ്രൂപ്പ് ചെയ്യാൻ BJPയോ അമിത്ഷായോ ഒരു രീതിയിലും താല്പര്യപ്പെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്, ഹൗ ക്യാൻ ദേ കം ഔട്ട് ഓഫ് ദിസ് ക്വാഗ്മയർ? ഒറ്റ വഴിയേ ഉള്ളൂ, പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ച് പോകാതെ നോക്കണം. ഇപ്പോൾ തൃണമൂലിൽ നിന്നും ചെറിയൊരു പങ്കെങ്കിലും BJPയിലേക്ക് പോകാനാവാത്ത ആളുകൾ ഇടതുപക്ഷത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ചെറിയ പങ്കാണ്. ചിലരൊക്കെ കോൺഗ്രസിലേക്ക് പോകുന്നു. അപ്പം തൃണമൂൽ തീരെ അങ്ങോട്ട് മെലിയുകയാണ്. കോൺഗ്രസ് അങ്ങനെ ഒരു സീറ്റ് കിട്ടത്തക്ക രീതിയിൽ വലിപ്പം വെക്കുന്നുമില്ല. CPM സീറ്റ് കിട്ടത്തക്ക രീതിയിൽ. അപ്പം ഛന്നം ഭിന്നം ഈ പ്രതിപക്ഷ കക്ഷികൾ മൂന്നും ചെതറുകയാണെങ്കിൽ BJPക്ക് ഭാവിയിലും ഒരു ത്രട്ട് ഉണ്ടാവില്ല. അപ്പം ഹിന്ദു കൺസോളിഡേഷൻ കംപ്ലീറ്റ് ആകുന്നു, മുസ്ലിങ്ങളെ ചിതറിപ്പിച്ച് നിർത്തുന്നു, മുസ്ലിം വോട്ടുകൾ 3 പാർട്ടിയിലേക്ക് ചിതറിപ്പോകുന്നു. അങ്ങനെ ഉറപ്പായി ഇപ്പോൾ BJPക്ക് ലഭിച്ച 200-ൽ പരം സീറ്റിനേക്കാൾ കൂടുതൽ ലഭിച്ചുകൊണ്ട് 4-ൽ 3-ഉം 5-ൽ 4-ഉം ഭൂരിപക്ഷത്തിൽ BJPക്ക് തുടർച്ചയായി ഭരണത്തിൽ വരാം. അവരാഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇപ്പം തന്നെ നോക്കൂ. ദേശീയ ഗീതം, ദേശീയ ഗാനം, നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും, ഇത് രണ്ടും പാടിപ്പിക്കുന്നില്ലേ? എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ആണെങ്കിലും വന്ദേ മാതരം പാടിച്ചല്ലോ. കേരളത്തിലും തമിഴ്നാട്ടിലും സത്യപ്രതിജ്ഞയ്ക്ക് പൂർണ്ണമായി പാടിച്ചു എന്ന് പറയുന്ന ഗവർണർമാർ വിചാരിച്ചാൽ പാടിക്കാൻ പറ്റില്ലേ? പക്ഷെ മന്ത്രിസഭ ഒരിക്കൽ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഈ മന്ത്രിസഭയുടെ മറ്റ് MLA-മാരുടെയൊക്കെ യോഗം കൂടുമ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ 2 സ്റ്റാൻസിലായി കേരളത്തിൽ ചുരുക്കി. അത് UDF-ന്റെ മിടുക്ക് എന്ന് പറയുന്നു. LDF അതിന് പൂർണ്ണമായി പിന്തുണയും കൊടുത്തു. ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം ബംഗാളാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ സംഭാവനയല്ലേ? അപ്പോൾ ഇതെല്ലാം ദേശീയതയുടെ ചിഹ്നങ്ങൾ പലതും കടന്നു വന്നത് ബംഗാളിൽ നിന്നാണ്. അപ്പം ബംഗാളി ദേശീയത, അപ്പം അവിടെ പക്ഷേ വന്ദേ മാതരം മുഴുവൻ പാടിയില്ല കേട്ടോ, അത് ചുരുക്കി പാടി. കാരണം ഒരു പക്ഷേ എനിക്കൊരു തിയറി ഉണ്ട്. പണ്ട് പിന്നെ ഒരു ആസ്ട്രിക്സ് കോമിക്സിൽ ഈ മാജിക് പോർഷനിൽ, അതായത് ഒരു കോൾഡ്രണിൽ
വീണ ആസ്ട്രിക്സ് എന്ന ഒരു ആജാനുബാഹു ചെറുപ്പത്തിൽ വീണതാണ്. അപ്പം ഈ പറയുന്ന മാജിക് പോഷൻ കുടിച്ച് വലിയ പ്രതിരോധ ശക്തി നേടിയ ആളാണ്, ആർക്കും പരാജയപ്പെടുത്താനാവില്ല. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രവാദി ഉണ്ടാക്കുന്ന ഈ മാജിക് പോഷൻ, സൂപ്പ് പോലെ ഒരു സാധനം കുടിച്ചെങ്കിൽ മാത്രമേ വീര്യം കിട്ടൂ, അങ്ങനെയെങ്കിൽ മാത്രമേ എനിമി അടിച്ചിടാൻ പറ്റൂ. പക്ഷെ ചിലരൊക്കെ അതിൽ വീണു. BJP ഇപ്പോൾ പറയുന്നത് ഞങ്ങളാണ്. അപ്പം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും ടാഗോറിൻ്റെയും ബംഗാളി വലിയ ഹൈന്ദവരായിരുന്നല്ലോ അവരൊക്കെ, അവരുടെയൊക്കെ പൈതൃകം ഇപ്പോൾ അവകാശപ്പെടുന്നത് BJPയുടെ ചിന്താധാരയാണ്. ഒരു പരിധിവരെ മഹാത്മാഗാന്ധിയുടെ, സർദാർ പട്ടേൽ BJPക്കാരനായിരുന്നു എന്ന് ചിന്തിക്കുന്ന പലരും ഇപ്പോഴുണ്ട്, ഈ തലമുറയിലുണ്ട്. കോൺഗ്രസ്സുകാരനായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു, AICC പ്രസിഡന്റ് ആകേണ്ട അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആകേണ്ട കൂടുതൽ PCCകളും സപ്പോർട്ട് ചെയ്ത ആളെ നെഹ്റു ആയിരുന്നില്ല, ഒരുപക്ഷെ പട്ടേലായിരുന്നു. അതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. പക്ഷേ പട്ടേലിൻ്റെ ലെഗസിയെ BJP റാഞ്ചി എടുത്തതുപോലെ, പട്ടേലിൻ്റെ പ്രതിമ BJP സ്ഥാപിച്ചതുപോലെ ഒരു ഏകതാ പ്രതിമ, അതുപോലെ ബംഗാളി സത്വവും ദേശീയതയും, ഇന്ത്യയുടെ ദേശീയതയും ഒക്കെ ബംഗാളിലൂടെ ആവാഹിച്ച് BJPയിലേക്ക് സന്നിവേശിപ്പിച്ച് സമഗ്രമായ വാഴ്ചയുടെ ഒരു അടിത്തറ ബംഗാളിൽ പാകിയെടുക്കാൻ ഉള്ള തീരുമാനം, അതിനെതിരെ ഇന്ത്യ മുന്നണിക്ക് യോജിച്ച് പ്രവർത്തിക്കാനാവുമോ? ഇപ്പോഴത്തെ നിലയിലില്ല. മമത ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം, താൻ പോരിമ അവസാനിപ്പിക്കണം. കോൺഗ്രസും ഇടതുപക്ഷവും CPM ഉൾപ്പെടെ യാഥാർത്ഥ്യബോധത്തോടെ ആന മെലിഞ്ഞിരിക്കുന്നു. തൊഴുത്തെങ്കിൽ തൊഴുത്ത്, പരിയമ്പുറത്ത് കൊണ്ടുപോയി കെട്ടുന്നതിനേക്കാളും നല്ലത് തൊഴുത്തിലെങ്കിൽ തൊഴുത്തിൽ കെട്ടാൻ പര്യാപ്തമായ ആനയെ ഉള്ളൂ. അവിടുത്തെ CPMും കോൺഗ്രസും ഒക്കെ തൃണമൂലിൻ്റെ നിഴലായിട്ടെങ്കിലും ചെറിയ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെറിയ റോളെങ്കിലും വഹിക്കാനുണ്ടെങ്കിൽ അത്രയും കോൺഗ്രസ് കാണിച്ചൊരു ബുദ്ധിയുണ്ടല്ലോ, അത് രാഷ്ട്രീയ സദാചാരത്തിന് വിരുദ്ധമാണെന്ന് പറയാം തമിഴ്നാട്ടിൽ. അത് ഇന്നലെ കണ്ട വിജയനെ ചേർത്ത് പിടിക്കുകയും എക്കാലത്തും ഉണ്ടായിരുന്ന സ്റ്റാലിനെ തള്ളിപ്പറയുകയും ചെയ്ത കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ആ മിടുക്കുണ്ടല്ലോ, ഇപ്പോൾ കാട്ടുന്നൊരു മിടുക്കുണ്ടല്ലോ, വിതിൻ കൊട്ടേഷനാണ് മിടുക്കെന്ന് പറയുന്നത്, അല്ല ഞാനതിനെ ന്യായീകരിച്ചതൊന്നുമല്ല. ആ മിടുക്ക് ബംഗാളിൽ കാട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇപ്പോൾ തൃണമൂലൊന്ന് വീണ് കിടക്കുകയാണ്. തൃണമൂലിനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ CPM കോൺഗ്രസും എല്ലാം ചേർന്ന് ഒരു സംവിധാനം ഉണ്ടാക്കുമോ? അല്ല എങ്കിൽ ഭാവിയിലും BJPയുടെ തേർവാഴ്ച ബംഗാളിൽ കാണും എന്നതാണ് അവസ്ഥ. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ BJP വിരുദ്ധ ഒരു ഫോർമേഷൻ ഉണ്ടാകണമെങ്കിൽ 42 സീറ്റുകൾ സംഭാവന ചെയ്യുന്ന ബംഗാളിൽ കാര്യമായ ചലനം ഉണ്ടാക്കണം. ബംഗാളും കൂടെ BJP ഇപ്പോൾ ലോക്സഭയിൽ ഉൾപ്പെടെ, ഒരിക്കലും ലോക്സഭയിൽ BJPക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല ബംഗാളിൽ, ഇപ്പോഴും കുറവാണ്. പക്ഷേ അവിടെയും കൂടെ ഭൂരിപക്ഷം പിടിക്കുകയാണെങ്കിൽ, വൻ നീക്കം നടത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരിക്കലും ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റാനാവില്ല. അതുകൊണ്ട് ബംഗാൾ രാഷ്ട്രീയം വളരെ നിർണായകമാകുന്നത് അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചലനങ്ങൾ, ഈ 2 MLA-മാർക്കെതിരെ നടത്തിയ നടപടികൾ, അതാണ് ലേറ്റസ്റ്റ് വാർത്ത ഇപ്പോൾ വന്നത്. എന്താണ്? അവർ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ തങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നു, തങ്ങളുടെ വ്യാജ ഒപ്പുകൾ ചാർത്തിയാണ് നിയമസഭാ കക്ഷിയുടെ നേതാവിനെ തൃണമൂൽ തിരഞ്ഞെടുത്തത് എന്ന് പരാതിപ്പെട്ടവരെ പാർട്ടിയിൽ നിന്ന് തന്നെ അങ്ങ് പുറത്താക്കിയിരിക്കുന്നു മമതാ ബാനർജി. എത്ര പേർക്കെതിരെ? 80 MLA-മാരേ ഉള്ളൂ. അതുപോലെ എത്ര പേർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകാം? ഒരു പക്ഷേ BJP ചിന്തിക്കുന്നത് തൃണമൂലിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുന്നു, പങ്കെടുക്കാതിരുന്ന 60 MLA-മാർ ഒരുപക്ഷെ പ്രത്യേക ബ്ലോക്കായി നിൽക്കും, അവരും കൂടെ BJPയെ പിന്തുണയ്ക്കും. എന്തുകൊണ്ട് പാടില്ല? സാധ്യതയുണ്ട്. ബംഗാളിൻ്റെ മനസ്സങ്ങനെയല്ലേ? സമീപ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കാലത്ത് BJPയെ പരാജയപ്പെടുത്താനേ ആവാത്ത ശക്തിയായി തൃണമൂലിൻ്റെ ഒരു വിങ് കൂടി BJP പക്ഷപാതികളായിട്ട് മാറുമ്പോൾ പിന്നെ ആരെതിർക്കും ബംഗാളിൽ BJPയെ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ ബംഗാളിൽ മാറി മറിയുന്ന ചിത്രമാണ് ഞാൻ പ്രേക്ഷകരോട്, സമ്മിശ്ര വികാരങ്ങളോടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്.